من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആദ്യമായി സ്വന്തത്തോടും ശേഷം ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ മഹത്തായ സൗഭാഗ്യമാണ് ഹയാത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി അള്ളാഹുവിന്റെ ഭവനത്തിൽ നടന്നു വന്ന് ഇവിടെ വളരെ സുഖമായി ഇരുന്ന് അവന്റെ ദിക്റുകൾ കേൾക്കാനും അതിൽ പങ്കാളിയാകാനും സമാധാനത്തോടു കൂടി പിരിഞ്ഞു പോകാനും ഒക്കെ സാധിക്കുന്ന ഈ സാഹചര്യം, ഇത് ലഭ്യമാകാത്ത ഇല്ലാത്ത ആളുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സൗകര്യത്തിന്റെ ഈ അനുഗ്രഹത്തിന്റെ വിലയറിയുക. വിശുദ്ധ ഖുർആൻ ഉടനീളം നമ്മോട് ശ്രദ്ധിക്കാൻ പറഞ്ഞതും ഭൗതിക ജീവിതം വളരെ ചെറിയ നിസ്സാരമായ ആ ഒരു വഞ്ചിക്കുന്ന വിഭവമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആ ഭൗതിക ജീവിതം നമ്മളെ അനശ്വരമായ പാരത്രിക ലോകത്തെക്കുറിച്ച് മറപ്പിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ ജീവിതം നമ്മളെ ശരിയായ ഒരു ജീവിതത്തിൽ നിന്നും വഞ്ചിക്കാതിരിക്കട്ടെ എന്ന സത്യമാണ്. എത്ര ഓർമ്മിച്ചാലും വിശ്വാസികളായ ആളുകളെ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നും ജുമുഅ ദിവസം നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ധൃതിപ്പെട്ട് അവന്റെ ദിക്റിലേക്ക്, അഥവാ അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സ്വർഗ നരകങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ദീനിനെ കുറിച്ചൊക്കെ ഉള്ള ഉത്ബോധനം, ആ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് ചെല്ലണമെന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് ആ ദിക്ർ, ആ ഉത്ബോധനം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും നമ്മുടെ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ജീവിതത്തിൽ അതൊരു ഊർജമാവാനും വേണ്ടിയാണ്. പടച്ച തമ്പുരാൻ നമുക്ക് വിശ്വാസികൾക്ക് വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു സംവിധാനം വെച്ചിട്ടും പലപ്പോഴും നമുക്കത് പൂർണ്ണമായിട്ടും സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ സാധ്യമാകാതെ പോകാറുണ്ട്. ഇവിടെ അള്ളാഹു ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറയുന്ന വിഷയങ്ങളാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ സകല മനുഷ്യർക്കുമുള്ള വിഷയമാണ് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്.
ഞാനിവിടെ ഓതി വെച്ച സൂക്തം സൂറത്ത് ഫാത്തിറിലെ 5-ാമത്തെയും 6-ാമത്തെയും ആയത്തുകളാണ്. ഇവിടെ മനുഷ്യരോട് മൊത്തത്തിലുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇത് മനുഷ്യർക്ക് എങ്ങനെയാണ് എത്തുക? പള്ളിയിൽ വന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ മുൻപിൽ അള്ളാഹുവിന് മനുഷ്യരോട് പറയാനുള്ള ഈ വേദവചനങ്ങൾ കേൾപ്പിക്കാൻ കഴിയുന്നതെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക്, മാനവർക്ക്, മനുഷ്യർക്ക്, പബ്ലിക്കിന് ഇതെത്തിക്കേണ്ടവർ നമ്മളാണ്. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. കൃത്യമായിട്ടും പാലിക്കുന്ന, വാക്കിൽ ഒന്നും തന്നെ നമ്മൾ പറയുന്നത് പോലെ ചെയ്യാൻ സാധിക്കാത്തത് പറയുകയോ അല്ലെങ്കിൽ ചെയ്യാത്തത് പറയുകയോ ചെയ്യുന്നവനല്ല നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു. ആ റബ്ബുൽ ഇസ്സത്തിന് അങ്ങനെ എന്തെങ്കിലും പറയേണ്ട ആവശ്യവുമില്ല, പ്രത്യേകിച്ചും തന്റെ അടിമകൾ മാത്രമായ, തന്റെ സൃഷ്ടികൾ മാത്രമായ മനുഷ്യരോട്. അപ്പോൾ അവൻ മനുഷ്യരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാലിക്കപ്പെടുന്ന വാഗ്ദാനം തന്നെയായിരിക്കും. ഫലാ തഗുർറന്നകും, നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, അൽ ഹയാത്ത് ദുനിയ, ദുന്യവിയായിട്ടുള്ള ഭൗതിക ലോകത്തെ ഈ ജീവിതം വളരെ നശ്വരമാണ്. നമുക്കറിയാം, എത്രയോ ഉദാഹരണങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഭൗതിക ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ ഒരു കുരുവി ഒരു സമുദ്രത്തിൽ നിന്നും തന്റെ കൊക്കിൽ വെള്ളം കൊത്തിയെടുത്താൽ ആ കൊക്കിൽ എത്രയാണ് ബാക്കിയാകുന്നത്? അതാണ് ഐഹിക ജീവിതം. ആ പാരാവാരം പോലെയുള്ള സമുദ്രത്തിൽ എത്രയാണ് ബാക്കിയാകുന്നത്? അതാണ് അനശ്വരമായ പരലോക ജീവിതം എന്ന് പഠിപ്പിക്കുമ്പോൾ, അതേപോലെ മറ്റൊരിക്കൽ അഷ്റഫുൽ ഖൽഖ് ഒരു ചത്ത ആട്ടിൻകുട്ടിയെ ആർക്കെങ്കിലും വിലക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, റസൂൽ എങ്ങനെയാണ് ഈ ചത്തത് ആളുകൾ എടുക്കുക? റസൂൽ അവിടെ പറഞ്ഞു, ഇതുപോലെയാണ്, ഇത്ര വില പോലുമില്ല ഐഹിക ജീവിതത്തിലെ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ. ഇതുപോലെ പല ഉദാഹരണങ്ങളും. നീ ഭൗതിക ജീവിതത്തിൽ ഒരു പ്രവാസിയെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു വഴിയാത്രികനെ പോലെയാണ്. ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന യാത്രക്കാരൻ അവിടേക്ക് പോകുമ്പോൾ അവൻ വഴിയിൽ അല്പസമയം എന്തിനെങ്കിലും ചായ കുടിക്കാനോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനോ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവൻ അല്പസമയം അവിടെ തങ്ങുകയാണെങ്കിൽ ആ മനുഷ്യനെ പോലെ, അതല്ലെങ്കിൽ ഒരു പ്രവാസി നാട്ടിലേക്ക് വരാൻ വേണ്ടി വിദേശത്ത് ജോലി എടുക്കാൻ വേണ്ടി പോയി ആ വിദേശത്ത് താമസിക്കുന്ന അരീബ്, അന്യദേശത്ത് താമസിക്കുന്ന ആളെ പോലെ അവന്റെ ലക്ഷ്യം എപ്പോൾ അവന്റെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നതുപോലെ എന്നതാണ്. ഇതേപോലെയാണ് ഭൗതിക ജീവിതത്തിൽ പല വിഭവങ്ങളും ആസ്വദിച്ചുകൊണ്ടും നേടാൻ ആഗ്രഹിച്ചുകൊണ്ടും കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാതെയും കിട്ടാത്തതിനെ കുറിച്ച് സങ്കടപ്പെട്ടും ഒക്കെ മുന്നോട്ട് പോകുന്ന ഭൗതിക ലോകത്തെ ജീവിതത്തെ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ്, നമുക്കതിന്റെ കാര്യം മനസ്സിലാകാൻ വേണ്ടി. അത് തന്നെയാണ് ഖുർആനും ഓനി പറയുന്നത്, ഫലാ തഗുർറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുർറന്നകും ബില്ലാഹിൽ ഗറൂർ, അതേപോലെ തന്നെ പരമവഞ്ചകനായ പിശാചും അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവിടെ ഭൗതിക ജീവിതത്തിന്റെ വഞ്ചനയെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മളെ വഞ്ചിച്ചു കളയാൻ അള്ളാഹു അവസരവും അതേപോലെ തന്നെ പരീക്ഷണവുമാക്കി നിശ്ചയിച്ച പിശാചിനെ കുറിച്ച് കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് നമ്മൾ ആ രൂപത്തിൽ തന്നെ സ്വീകരിക്കുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഈയിടെയായിട്ട് കൂടുതലും പലതരത്തിലുള്ള പൈശാചിക പ്രേരണകളും അതേപോലെ തന്നെ വേലകളുമാണെന്ന രൂപത്തിൽ പലതും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിൽ പോലും അതിന്റെ പ്രതിഫലനങ്ങൾ, ആളുകൾ ജിന്നുമ്മമാരുടെ അടുക്കൽ പോകുന്നു, പൈശാചിക പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ അടുക്കൽ പോകുന്നു. അവരൊക്കെ പലതും പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പോലും കൺഫ്യൂഷൻ ആക്കാറുണ്ട്. പക്ഷെ കൃത്യമായിട്ട് പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിനെ കുറിച്ച് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് ആ പിശാചിന്റെ കഴിവുകളും മനസ്സിലാക്കി വെക്കാനുള്ള ബാധ്യതയുണ്ട്. സത്യവിശ്വാസികൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ നമുക്കുള്ള ഒരു മാനദണ്ഡവുമുണ്ട്. എന്താണോ അള്ളാഹുവിന്റെ റസൂൽ ആ വിഷയത്തിൽ പറഞ്ഞത് അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത്. അതിന്റെ അപ്പുറത്തേക്കുള്ളത് നമ്മളെ കൊണ്ട് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനോ നമ്മൾ ബാധ്യസ്ഥരല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട്
ഖുർആനിൽ സൂറത്ത് അഅറാഫിലാണ് ആദം നബി അലൈഹി ഇസ്ലാമിയുടെ സൃഷ്ടിപ്പ് മുതൽ അദ്ദേഹത്തിന് പരീക്ഷണമായിട്ട് ആദം നബിക്ക് അള്ളാഹുവിന് അറിയാം ഈ ഭൂമിയിലേക്കാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന്. പക്ഷേ മനുഷ്യൻ അതിനു മുൻപ് ഈ ജീവിതത്തിൽ മനുഷ്യന്റെ കൂടെ തന്നെയുള്ള മറ്റൊരു വർഗമാണ് ജിന്നുവർഗം. ഒമാ ഖലഖൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും അതുപോലെ തന്നെ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, ഖലഖ് നാം അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് പടച്ചവനെ ആരാധിക്കാൻ വേണ്ടി. അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് മനുഷ്യവർഗത്തിന്റെയും ജിന്നുവർഗത്തിന്റെയും സൃഷ്ടിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ മനുഷ്യരിലും ജിന്നുകളിലും അധികവും അത് സ്വീകരിക്കാതെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാണെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ജിന്നുവർഗത്തിൽ തന്നെ പെട്ട പിശാചാകട്ടെ അള്ളാഹു അവർക്ക് മനുഷ്യർക്ക് ഒരു പരീക്ഷണമായിട്ട് എന്താണോ അള്ളാഹു മനുഷ്യർക്ക് സ്വർഗം നൽകാൻ വേണ്ടി, നന്മ നൽകാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്, അതിന് നേരെ വിപരീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക എന്നതാണ് നമുക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ നമ്മളെ കാണാൻ കഴിയുന്ന ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുവാദം അല്ലെങ്കിൽ അവസരം. ആ ഒരു വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് പലപ്പോഴും. നിങ്ങൾ അവനെ സൂക്ഷിക്കുക, നിങ്ങൾ അവനെ ശത്രുവായിട്ട് കരുതുക, അതുവ അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ സ്വീകരിക്കുക എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് ആ രൂപത്തിലല്ലാതെ ശത്രുവായി സ്വീകരിക്കേണ്ട പിശാചിനെ മിത്രമായി സ്വീകരിക്കുന്നതും പേടിച്ചുകൊണ്ട് ബഹുമാനിക്കുന്നതും അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകുന്നതും ഒക്കെ നമ്മുടെ വിശ്വാസങ്ങളെ വ്യതിചലിപ്പിക്കാനാണ് ഉപകാരപ്പെടുക. നോക്കൂ, നിങ്ങൾ ഖുർആനിൽ സൂറത്ത് അഅറാഫിൽ ആദം നബി അലൈഹി ഇസ്ലാമയെ പുറത്താക്കാൻ വേണ്ടി പിശാച് അവരെ രണ്ടുപേരെയും അവൻ വസ്വാസിലാക്കി, അവർക്ക് ദുർബോധനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുർബോധനത്തിന് അവർ വശംവദരായി എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യൻ, അതും പ്രവാചകന്മാരിൽ അല്ലെങ്കിൽ നബിമാരിൽ ഒന്നാമനായിട്ട് അള്ളാഹു പറഞ്ഞു പഠിപ്പിക്കുന്ന മനുഷ്യൻ, ആ ഒന്നാമത്തെ നബിയായിട്ടുള്ള ഒന്നാമത്തെ മനുഷ്യനായിട്ടുള്ള ആദം നബി അലൈഹി ഇസ്ലാമക്ക് പോലും അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കാൻ അല്ലെങ്കിൽ ലംഘിക്കാൻ ബോധപൂർവമോ പ്രേരണ മൂലമോ ഈ പൈശാചികമായ പ്രേരണകൾ വസ്വാസുകൾ കാരണമായി എങ്കിൽ അത് പഠിപ്പിക്കുന്നത് ലോകാവസാനം വരെയുള്ള ഏതു മനുഷ്യർക്കും ആ ദുർബോധനത്തിന് വിധേയരാവാൻ കഴിയുന്ന രൂപത്തിലാണ് അള്ളാഹു ഈ ശൈത്താനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ്. പക്ഷേ ആ ദുർബോധനം, ആ വസ്വാസ് അത് ഏതുവരെ എന്നതാണ് പലപ്പോഴും ആളുകൾ പറഞ്ഞു പൊലിപ്പിക്കുകയും അത് പൈശാചിന് വലിയൊരു ശക്തി കൊടുത്തുകൊണ്ട് അവന് മറ്റെന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന രൂപത്തിലുള്ള, അള്ളാഹുവിനേക്കാൾ പവർ കൊടുക്കുന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ആളുകൾക്കിടയിൽ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എവിടെ ഖുർആൻ മനുഷ്യനോട് യാ ബനി ആദമലായ തിനന്നക്കും അശൈത്വാൻ, ആദം സന്തതികളെ, യാ ബനി ആദം, ഈ കഥ പറഞ്ഞുകൊണ്ടാണ് ആദം നബിക്ക് പറ്റിയ ഈ സംഭവം, ഈ ദുർബോധനം. അതിനുശേഷം അവർ ആദ്യമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച, അള്ളാഹു തന്നെ പഠിപ്പിച്ചു കൊടുത്ത, എങ്ങനെയാണ് ഒരു പാപം വന്നാൽ, ഒരു തെറ്റു പറ്റിയാൽ പശ്ചാത്തപിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ആ പ്രാർത്ഥനയൊക്കെ അവർ പറയുകയും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും അങ്ങനെ അവരെ ഭൂമിയിലേക്ക് നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുക, നിങ്ങൾ ചിലർക്ക് ശത്രുക്കളായിരിക്കും, വലക്കും ഫിൽ മുസ്തഖറും വമതാഉൻ ഇലാഹിൻ, ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് അവിടെ ഒരു താമസ സ്ഥലം ഉണ്ടായിരിക്കും, അവിടെ നിങ്ങൾക്ക് താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം മനുഷ്യർ അള്ളാഹു ഉപദേശിക്കുകയാണ്, ആദം സന്തതികളെ, യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്വാനു കമാ അഖറജ അബവൈകും മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങളെ പിതാവിനെ പുറത്താക്കിയതുപോലെ നിങ്ങളെ പിശാച് പുറത്താക്കാതിരിക്കാനുള്ള ശ്രദ്ധിക്കണം. ആ ഒരു ശ്രദ്ധ വിശ്വാസികൾക്ക് വേണം. ഇതാണ് ഇങ്ങനെയുള്ള ദുർബോധനങ്ങളാണ് അള്ളാഹു എന്താണോ പറയാൻ, ചെയ്യാൻ, ജീവിതത്തിൽ പാലിക്കാൻ കൽപ്പിച്ചത് അത് ലംഘിക്കാനുള്ള ദുർബോധനങ്ങളാണ് നമുക്ക് കാണാത്ത പൈശാചികമായിട്ടുള്ള പ്രേരണകളിൽ നിന്നും നമുക്കുണ്ടാവുക എന്നത് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നതാണ്. അവിടെയാണ് പറയുന്നത് അവൻ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും അവരുടെ
നഗ്നത അവർക്ക് വെളിവാക്കുകയും ചെയ്തു. ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു, അവനും അവന്റെ കബീലയും അവന്റെ ആളുകളും നിങ്ങളെ കാണുന്നു. മിൻ ഹൈത്തു ലാ തറൗനഹും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയാത്ത രൂപത്തിൽ. ഇന്നാ ജഅൽന ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത ആളുകൾക്കാണ് പിശാചുക്കൾ നാം മിത്രങ്ങളാക്കി വെച്ചിട്ടുള്ളത്. വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പിശാചിനെ മിത്രമാക്കി ഈ ദുർബോധനം മാത്രം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആദം നബിയുടെ കഥയിൽ, ആദം നബിയുടെ ചരിത്രത്തിൽ ഒന്നാമത്തെ പാഠം അതാണ്. അവരിൽ നിന്നും വസ്വാസുകൾ ഉണ്ടാകാം. മനുഷ്യർക്ക് ആദം നബിക്കുണ്ടായി എങ്കിൽ യാ ബനി ആദം, ആദമിന്റെ സന്തതികൾക്കും അത് വരാം. ഏതെങ്കിലും രൂപത്തിലുള്ള ദുർബോധനങ്ങൾ വരാത്ത മനുഷ്യരുണ്ടാവുകയില്ല. നമ്മളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള പൈശാചികമായിട്ടുള്ള, നമുക്ക് കാണാത്ത, നമ്മളെ കാണുന്ന ഈ ഒരു ശക്തിയെ അള്ളാഹു ഇവിടെ നമുക്കൊരു പരീക്ഷണമായിട്ട് വെച്ചിട്ടുണ്ട് എന്ന ധാരണയാണ് സാർവത്രികമായിട്ട് വിശ്വാസികൾക്കുണ്ട്. അത് നമുക്കൊരു ധാരണയുണ്ട്. അതിനുശേഷം ആദം നബി അലൈഹി ഇസ്ലാമക്ക് പിന്നെ പൈശാചികമായിട്ടുള്ള പ്രേരണയും ഏറ്റിട്ടില്ല. മറ്റൊരു തെറ്റും ആദം നബി അലൈഹി ഇസ്ലാം ചെയ്തിട്ടില്ല. മഹ്ശറയിൽ വരുമ്പോൾ ഓരോ പ്രവാചകന്മാരും അവരവരുടെ പാപത്തെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുമ്പോൾ, നഫ്സി നഫ്സി എന്ന് പറഞ്ഞോടുമ്പോൾ, ആദം നബി അലൈഹി ഇസ്ലാം ഈ ഒരു പാപത്തെ കുറിച്ചാണ് പറയുന്നത്. ദീർഘമായിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമക്ക് ആ തെറ്റുപറ്റി. അത് നമുക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാക്കാൻ വേണ്ടി കൂടി ഒരു പാഠമായിട്ടാണ് അള്ളാഹു ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം തെറ്റു പറ്റിയാൽ പിന്നീട് വീണ്ടും വീണ്ടും ആ തെറ്റിലേക്ക് പോവുക എന്നതാണ് അവനെ മിത്രമായി സ്വീകരിക്കുന്ന തരത്തിലേക്ക് മനുഷ്യർ മാറുക എന്നത്. ആ പിശാചിനെ മിത്രമായി സ്വീകരിക്കുന്നതിന് പകരം അവനെ നിങ്ങൾ അതുവായിട്ട്, ശത്രുവായിട്ട് സ്വീകരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പിശാചിനെ കുറിച്ചും ജിന്നുവർഗത്തെ കുറിച്ചും ഒക്കെ എന്തൊക്കെയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്, അവിടെ നമ്മൾ നിൽക്കാനുള്ള, അവിടെ നമ്മുടെ ചിന്തയും പഠനവും വെക്കാനുള്ള ഒരു ധാരണ വിശ്വാസികൾക്കുണ്ടാകണം. പലപ്പോഴും ചില ആളുകൾ എക്സ്ട്രീമിലേക്ക് പോകുന്നു. പിശാചിനെ കുറിച്ചും ജിന്നുകളെ കുറിച്ചും ഒക്കെ അള്ളാഹു പറയാത്തതും പ്രവാചകൻ പഠിപ്പിക്കാത്തതും ഒക്കെയായി വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ചില ആളുകൾ പഠിപ്പിച്ച കാര്യങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട്, അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് എല്ലാം നിഷേധിക്കുന്ന ഒരു തലത്തിലേക്ക് പോകുന്നു. ഇതിനിടയിൽ അള്ളാഹും അവന്റെ റസൂലും എന്തൊക്കെയാണോ നമ്മളെ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച ഇടത്ത് നിൽക്കാനുള്ള, അതാണ് വിശ്വാസം. നമുക്കറിയാം, പഞ്ചസാരക്ക് മധുരമുണ്ടെന്ന് ഒരാൾ വിശ്വസിക്കുന്നു പറയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് രുചിച്ചു നോക്കിയാൽ അറിയാവുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ ഒരു പനനീർ പുഴുവിന് മണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ പറയാറില്ല. കാരണം അത് നമുക്ക് വാസനിച്ചു നോക്കിയാൽ അറിയുന്ന കാര്യമാണ്. അതിനപ്പുറം ഒരു മനുഷ്യന് അവന് വേദജ്ഞാനമായിട്ട് ആത്മീയ ലോകത്തു നിന്നും അള്ളാഹു നൽകിയ അറിവ്, ആ പടച്ചതമ്പുരാനെ അംഗീകരിക്കുകയും അവന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുകയും അവന്റെ മലക്കുകളിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ പരലോകത്തിൽ വിശ്വസിക്കുകയും ഒരിക്കലും കാണാത്ത സ്വർഗത്തിലും നരകത്തിലും ഒക്കെ വിശ്വസിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ച റബ്ബ് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക എന്നാണ്. ആ റബ്ബ് നേർക്കുനേരെ നമ്മോട് സംസാരിച്ചിട്ടില്ല. അവൻ വഹിയിലൂടെ, പ്രവാചകന്മാരിലൂടെയാണ് നമ്മോട് സംസാരിച്ചത്. അവന്റെ സംസാരമാണ് ഖുർആൻ, കലാമുല്ലാ എന്നാണ്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടി അതുപോലും നമ്മൾ പറയാറില്ല, പറയാൻ പാടില്ല. കാരണം ഇത് അള്ളാഹുവിന് എന്താണോ മനുഷ്യരോട് സംസാരിക്കാനുള്ളത്, ആ സംസാരമാണ് ഖുർആൻ. ആ ഖുർആനിൽ എന്തൊക്കെയാണ് അള്ളാഹു പറയുന്നത്, അതൊക്കെ 100% ഒരു സംശയവുമില്ലാതെ എന്താണോ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ അപ്പടി സ്വീകരിക്കുക. ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ചിന്തക്ക് യോജിക്കുന്നില്ല എന്ന ഭൗതികമായ തിയറികൾക്ക് യോജിക്കാതെ, നമുക്കറിയാം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും. ആ സൂറത്തുൽ കഹ്ഫിൽ മൂസാ നബിക്ക് പ്രവാചകത്വം നൽകിയ മൂസാ നബിയേക്കാൾ ഇൽമുള്ള ഒരാളെ, ഖിദർ അലൈഹി ഇസ്ലാമെ കാണാൻ പോകാൻ വേണ്ടി പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്കറിയാം ആ സംഭവം. മൂസാ നബി ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആൾ ആരാണെന്ന് ചോദിക്കപ്പെടുകയും അത് ഞാനാണെന്ന് മൂസാ നബി പറയുകയും, ഒരു സദസ്സിൽ ഒരു പ്രവാചകൻ സംസാരിക്കുമ്പോൾ ആ പ്രവാചകനാണ് ഏറ്റവും കൂടുതൽ ഇൽമുള്ള നമുക്കറിയാം. പക്ഷേ നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂലിനോട് അങ്ങനെയുള്ള വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹു ആലം എന്നാണ് റസൂൽ പറയാറുള്ളത്. പക്ഷേ മൂസാ നബിയുടെ പ്രവാചകത്വത്തിന് യോജിക്കാത്ത രൂപത്തിൽ ഒരു വാക്ക് വന്നു പോയി എന്നുകൊണ്ട് മൂസാ നബിക്ക് നൽകിയ ഒരു പരീക്ഷണമായിരുന്നു. മൂസാ നബിയേക്കാൾ ഇൽമുള്ള, അറിവുള്ള, അഥവാ മൂസാ നബിക്ക് വഹീ നൽകിയിരിക്കുന്നു, മൂസാ നബിക്ക് ആത്മീയമായ ജ്ഞാനം നൽകിയിരിക്കുന്നു. പക്ഷെ അതിനപ്പുറമുള്ള ചില ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അറിയിക്കപ്പെട്ട, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കും.
അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ അവന്റെ അറിവും കഴിവുമില്ലാതെ ഒന്നും നമ്മുടെ ഇൽമിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. നമുക്കെങ്ങാനും ഭാവി ജീവിതത്തെ കുറിച്ച് പറഞ്ഞു തരികയാണെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ, ഞാനടക്കമുള്ള ആളുകളെയൊക്കെ മരണത്തെ നമ്മൾ മുൻകൂട്ടി അറിയിക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ചുമരിൽ തൂങ്ങുന്ന കലണ്ടറിൽ ഒരു വർഷത്തെ ഡേറ്റാണ് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നത്. അവിടെ ആ കലണ്ടറിൽ 3 ഷീറ്റിൽ അല്ലെങ്കിൽ 6 ഷീറ്റിൽ ഒരു വർഷം നമ്മൾ അടയാളപ്പെടുത്തുന്നു. അതൊരു 600 ഷീറ്റുള്ള കട്ടിയുള്ള കലണ്ടർ ആണെങ്കിൽ 2125 വരെയുള്ള ഡേറ്റ് നമുക്ക് അടയാളപ്പെടുത്താം. ഒരു സംശയവുമില്ല. അതിനുള്ള എല്ലാ തരത്തിലും കൃത്യമായി കണിശമായി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ഒരു 100 ഷീറ്റുള്ള കലണ്ടറാണ് നമ്മുടെ ചുമരിൽ തൂങ്ങുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മരണത്തീയതി ആ കലണ്ടറിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമ്മുടെ എല്ലാ മരണത്തീയതി നമ്മളെപ്പോൾ ഈ പള്ളിനുള്ളിൽ നിന്നും പള്ളിക്ക് പുറത്തേക്ക് അപ്പുറത്തേക്ക് 6 അടി മണ്ണിലേക്ക് വെക്കാനുള്ള തീയതി, ഇനി ആരെയാണ് കാത്തിരിക്കാനുള്ളത്, ആരൊക്കെയാണ് കാണാനുള്ളത്, എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് മറ്റുള്ളവർ ചോദിക്കുന്ന ആ തീയതി ആ 100 ഷീറ്റിലുള്ള കലണ്ടറിൽ ഉണ്ടാകും. പക്ഷെ അള്ളാഹു നമുക്കത് അറിയിച്ചു തന്നിട്ടില്ല. അതേപോലെ തന്നെ അന്ത്യനാൾ എപ്പോഴാണെന്ന് അള്ളാഹു നമുക്ക് ആ ഡേറ്റ് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അങ്ങനെയുള്ള നമുക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിയാത്ത, മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ചില ജ്ഞാനങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. എന്നാൽ അങ്ങനെ എങ്ങാനും മനുഷ്യർക്ക് നൽകുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ എന്ന് കൂടി മനുഷ്യനെ പഠിപ്പിക്കാനുള്ള ഒരു സൂചന മാത്രമാണ് സൂറത്തുൽ കഹ്ഫിൽ ഖിദ്റിനെ കാണാൻ പോയ സംഭവം. അങ്ങനെ ഖിദ്ർ അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ മൂസാ നബി പ്രവാചകനാണ്, എന്തിനാണ് ഖിദ്ർ നബിയുടെ അടുക്കിലേക്ക് വരുന്നതെന്ന് മൂസാ നബിക്ക് കൃത്യമായിട്ട് അറിയാം. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നീ ഇന്ന സ്ഥലത്ത് പോകണം, നിന്റെ മത്സ്യം എവിടെ നിന്നാണോ നിനക്ക് നഷ്ടപ്പെടുന്നത് അവിടെ നിനക്ക് ആ ഖിദ്റിന്റെ അടുത്തേക്കുള്ള ആ പ്രവാചകന്റെ ആ മനുഷ്യന്റെ അടുത്തേക്കുള്ള വഴി അറിയാം. അങ്ങനെ അവിടെ പോയി മൂസാ നബി കൃത്യമായിട്ട് അറിയാം, എന്നേക്കാൾ ജ്ഞാനമുള്ള ഒരാളുടെ അടുത്തേക്കാണ് ഞാൻ വരുന്നത്. എന്നിട്ട് മൂസാ നബിയോട് ഖിദ്ർ അലൈഹി സ്വലാം പറയുന്നത് എന്താ? നിനക്ക് എന്റെ കൂടെ സബറോട് കൂടി നിൽക്കാൻ കഴിയില്ല. മൂസാ നബി പറഞ്ഞു, ഞാൻ എന്തായാലും അനുസരിക്കും, ഞാൻ ഒന്നും ചോദിക്കരുത്, ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. അങ്ങനെ 3 സംഭവങ്ങൾ. ഒന്നൊരു കപ്പൽ ഓട്ടയാക്കിയത്. എന്തിനാണ് ഈ സാധുക്കളുടെ കപ്പലുകൾ ആ കപ്പലിലേക്ക് കയറുന്നതിന് മുൻപ് ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ, കൂലി തന്നാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസാ നബിയും ഖിദ്ർ നബിയും കപ്പലിൽ കയറിയത്. അങ്ങനെ ഫ്രീ ആയിട്ട് കയറ്റിയ ആ കപ്പലിൽ എന്തിനാണ് ദ്വാരം ഉണ്ടാക്കുന്നത് ചോദിച്ചു. അതേപോലെ ഒരു ചെറിയ കുട്ടിയെ വധിക്കുമ്പോൾ നമുക്ക് തന്നെ ആ ഖുർആനിലെ ആയത്ത് വായിക്കുമ്പോൾ എന്തിനാണ് ഈ കൊച്ചുകുട്ടിയെ കൊന്നു തോന്നും. മൂസാ നബിക്ക് വരെ തോന്നി. മൂസാ നബി ആരാണ്? അള്ളാഹു വഹീ നൽകിയ പ്രവാചകനാണ്. ആ പ്രവാചകന് വരെ തോന്നി എന്തിനാണ് ഈ കുട്ടിയെ കൊന്നത്. മൂസാ നബിക്ക് നൽകപ്പെട്ട പരീക്ഷണമാണ്. മൂസാ നബിയേക്കാൾ അറിവ് നൽകിയ, അല്ലെങ്കിൽ ജ്ഞാനം നൽകിയ, ആന്തരികമായ ജ്ഞാനം നൽകിയ, ആത്മീയമായ ജ്ഞാനം നൽകിയ ആളടുക്കൽ അള്ളാഹു ആ ജ്ഞാനം നൽകിയ, അല്ലെങ്കിൽ ആ അറിവ് നൽകിയതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടാകും എന്നൊക്കെ അറിയാവുന്ന മൂസാ നബി പോലും ചോദിച്ചു പോയി എന്തിനാണ് ഈ കുട്ടിയെ കൊന്നത്. അതേപോലെ എന്തിനാണ് ഈ മതില് കഴിച്ചു കെട്ടിയത്. ആ രൂപത്തിൽ അള്ളാഹു നൽകിയ ആ അറിവ്, മൂസാ നബിക്ക് പോലും നൽകാത്ത അറിവ്, ആ അറിവിനെ കുറിച്ചുള്ള വിശദീകരണം നമ്മൾ വായിച്ചു. ഞാനത് ഇവിടെ സൂചിപ്പിച്ചത് ആ തരത്തിൽ പടച്ച തമ്പുരാൻ ഈ ലോകത്ത് നമുക്കെന്തെങ്കിലും മറച്ചു വെക്കുകയാണെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ കണ്ണിന് 6x6 അകലത്തിലുള്ള അകലത്തിലുള്ള 1 സെന്റിമീറ്റർ വസ്തു കാണാനാണ് അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നെങ്കിൽ അതിനിപ്പുറവും അപ്പുറവും നമുക്ക് കാണാൻ പ്രയാസമാണെങ്കിൽ, അതിന് ഉപകരണങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. ഒരു മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന കാര്യം ആ അത്രയും കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ നമ്മളൊരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയുണ്ടാവുകയില്ല. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വേഴ്സുകളും അതേപോലെ തന്നെ ബാക്ടീരിയകളും ഫംഗസും ഒക്കെ നമുക്ക് കാണുന്ന ഒരു കാഴ്ചശക്തി ഈ എക്സ്റേക്കും അല്ലെങ്കിൽ സ്കാനിങ്ങിനും മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന ആ പവർ നമ്മുടെ കണ്ണുകൾക്കുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ നോക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ നമ്മുടെ കാതുകൾക്ക് 20 മുതൽ 20,000 വരെ ഹെഡ്സ് ശബ്ദമാണ് കേൾവി പരിധി അള്ളാഹു നിശ്ചയിച്ചതെങ്കിൽ അതിനപ്പുറമുള്ളതും ഇപ്പുറമുള്ളതും ഒക്കെ കേൾക്കാൻ നമുക്ക് അങ്ങനെ ഒരു കേൾവി ശക്തിയുള്ള ജീവിയായിരുന്നെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. ആ തരത്തിൽ എല്ലാ സംഗതികളും നമുക്ക് ലിമിറ്റ് വെച്ചത് അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. എന്നാൽ ഈ പിശാച് അല്ലെങ്കിൽ ജിന്നുവർഗം അവയെ സൃഷ്ടിച്ചിട്ടുള്ളത് തീയിൽ നിന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. അവയിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവരും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും ഉണ്ടെന്ന് പഠിപ്പിക്കുന്നു.
അവർ നിങ്ങൾക്ക് വസ്വാസുകൾ ഉണ്ടാക്കും, ദുർബോധനങ്ങൾ നടത്തുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു സുഹൃത്ത് എല്ലാവർക്കും അറിയാവുന്ന ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കളുടെ പണി അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കി തിരിഞ്ഞു കളയുക. അതാണ് അവന്റെ പണി എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, അവൻ നിങ്ങളെ വഴിതെറ്റിക്കുമെന്ന് പറയുമ്പോൾ, മുൻപിലും പിൻപിലും അതേപോലെ തന്നെ സൈഡിലും ഒക്കെ നിന്നുകൊണ്ട് ഞാൻ അവരെ തിന്മയിലേക്ക് വഴിതെറ്റിക്കുമെന്ന് പറയുമ്പോൾ, അവരെ വ്യാമോഹിപ്പിക്കുമെന്ന് പറയുമ്പോൾ, അതൊക്കെ അവർക്ക് അല്ലാഹു നൽകിയ അനുവാദമാണെങ്കിൽ അല്ലെങ്കിൽ അതാണെങ്കിൽ ഒരിക്കലും അവ നമ്മളെ വേറെ രൂപത്തിൽ ശാരീരികമായിട്ട് അടിമയാക്കുമെന്നോ പിശാച് പറയുന്നത് പോലെ ചെയ്യാൻ മനുഷ്യർ കഴിയുമെന്നോ അങ്ങനെ വിശ്വസിക്കാൻ അല്ലാഹു ഖുർആനിലൂടെയും പറയുന്നില്ല. ആ ഒരു തലത്തിലേക്ക് പോകാൻ ഹദീസുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് പിശാചിന് അത് നമുക്കറിയാം ഒരു ഊർജ്ജം പോലെയാണ്. നമുക്കറിയാം മനുഷ്യരുടെ മെറ്റീരിയലാണ്. മനുഷ്യർ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്, മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മെറ്റീരിയലിനെ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയും. പിശാചിനെയും മലക്കുകളെയും ജിന്നുകളെയും മലക്കുകളെയും നമുക്കറിയാവുന്നതുപോലെ ഊർജ്ജം കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഊർജ്ജം പോലെ ഈ തീയിനെയും അതേപോലെ തന്നെ വെളിച്ചത്തെയും കുറിച്ചാണ് അത് പറഞ്ഞത്. നൂറും നാറുമാണ്. ഇത് രണ്ടും നമ്മൾ സ്വാഭാവികമായിട്ടും ഭൗതികമായിട്ടുള്ള ഒരു തിയറി പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഊർജ്ജമാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയില്ല എന്നതുകൊണ്ട് നമ്മളത് വിശ്വസിക്കാതിരിക്കുകയില്ല. വൈദ്യുതി ഒരു ഊർജ്ജമാണ്, നമുക്കത് കാണുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കത് അങ്ങനെ സംഭവം ഇല്ല എന്നല്ല. അതേപോലെ തന്നെ പിശാചിനെ നാറിൽ നിന്നും സൃഷ്ടിച്ചു, ജിന്നുകളെ നാറിൽ നിന്നും സൃഷ്ടിച്ചു, മലക്കുകളെ നൂറിൽ നിന്നും സൃഷ്ടിച്ചു. അത് നമ്മൾ അള്ളാഹു അങ്ങനെ ഒരു സൃഷ്ടി ഈ ലോകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കേണ്ട കാര്യം വിശ്വാസികളായ ആളുകൾക്കില്ല. അത് നിങ്ങൾക്ക് അതുവാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ശത്രുവാണെന്ന് പറഞ്ഞാൽ അതിനെ ശത്രുവായി സ്വീകരിക്കാൻ നമുക്കൊരു പ്രയാസവുമില്ല. നിങ്ങളെ അവൻ വഞ്ചിച്ചു കളയുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വഞ്ചിച്ചു കളയുന്നവനാണ് പിശാച് മനസ്സിലാക്കാൻ നമുക്കൊരു പ്രയാസവുമില്ല. നിങ്ങളുടെ മനസ്സുകളിൽ ദുർബോധനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാനും നമുക്ക് പ്രയാസമില്ല. എന്നാൽ അതിനപ്പുറമുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് വിശുദ്ധ ഖുർആനിലെ തെളിവോ അല്ലെങ്കിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ പഠിപ്പിച്ച ഹദീസുകളിൽ തെളിവോ നമ്മൾ അന്വേഷിക്കും. അതുകൊണ്ട് തന്നെ എന്താണോ പിശാചിനെ കുറിച്ച്, എന്താണോ അള്ളാഹു ശത്രുവായ പിശാചിനെ കുറിച്ച് നമ്മോട് പറഞ്ഞത് അത് കൃത്യമായി മനസ്സിലാക്കുക. മാത്രമല്ല പിശാചിന്റെ കഴിവിനെയും കഴിവുകേടിനെയും കുറിച്ച് പിശാച് തന്നെ പറയുന്നത് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ സൂക്തം നോക്കൂ നിങ്ങൾ. വഖാല ശൈത്വാന്, ശൈത്താൻ പറഞ്ഞു അല്ലെങ്കിൽ പറയും. എവിടെ? നാളെ പരലോകത്ത് വിചാരണയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പിശാചിനെ അള്ളാഹു ഒരു പ്രസ്താവന നടത്താൻ വേണ്ടി സൗകര്യം ചെയ്യുകയാണ്. പിശാച് പറയുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത് കൃത്യമായിട്ടും ഒരു പറയാൻ പോകുന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കുമെന്നതിന്റെ ഉറപ്പായിട്ടാണ് പറയുന്നത്. വഖാല ശൈത്വാൻ, ശൈത്വാൻ പറഞ്ഞു ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നല്ലാഹ വഅദക്കും, അള്ളാഹു നിങ്ങളോട് തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളോട് ഒരു വാഗ്ദാനം ചെയ്തു. വഅദൽ ഹഖ്, ആ വാഗ്ദാനം സത്യമായിരുന്നു. വഅദ്തുക്കും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു. ഫഅഖലഫ്തുക്കും, ഞാൻ അത് നിങ്ങളോട് ലംഘിക്കുന്നു. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താനിൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, വളരെ കൃത്യമായി മനസ്സിലാക്കണം. പിശാചിന് അവൻ ഇഷ്ടപ്പെട്ടവരെ ഇങ്ങനെ ചെയ്യിപ്പിക്കാം, അങ്ങനെ ചെയ്യിപ്പിക്കാം, അങ്ങനെ ആക്കാം, അങ്ങനെ അധികാരവും അല്ലാഹു കൊടുത്തിട്ടില്ല. അവൻ വഴി പിഴപ്പിക്കുക, ദുർബോധനം ചെയ്തുകൊണ്ട് മനുഷ്യർക്ക് വ്യാമോഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ട് തെറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരിക്കും എന്നൊക്കെ ഖുർആൻ പറയുമ്പോൾ അതേ ഖുർആനിൽ അള്ളാഹു നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. പിശാച് തന്നെ പറയുന്നതായിട്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു വാഗ്ദാനം ചെയ്തു. വഅഅ്തുക്കും വഅഖ്ലഫ്തുക്കും വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഅഉതുക്കും, നിങ്ങളെ ക്ഷണിക്കുക എന്നതല്ലാതെ, നിങ്ങളെ തിന്മയിലേക്ക് ക്ഷണിക്കുക എന്നല്ലേ. ഫസ്തജബ്തും, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ലീ ഫസ്തജബ്തും ലീ, നിങ്ങൾ അപ്പോൾ എനിക്ക് ഉത്തരം നൽകി. ഫലാ തലൂമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. പിശാചാണ് ഈ പറയുന്നത്. മാ അന ബിമുസ്രിഹിക്കും വമാ അൻതും ബിമുസ്രിഹിയ, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നീ കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, ഞാൻ എന്ത് ചെയ്തു? നിഷേധിക്കുകയാണ്. ഇന്നീ കഫർതു, ഞാൻ നിഷേധിക്കുകയാണ്. ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, മുമ്പ് നിങ്ങൾ എന്നെ പങ്കാളിയാക്കിയിരുന്നത്. പിശാചിന്
പങ്കാളിയാക്കിക്കൊണ്ട് ശിർക്ക് ചെയ്തതിൽ നിന്നും ഞാൻ നിഷേധിക്കുകയാണ്. ഞാൻ അതിനൊന്നും ആളല്ല. ഇന്ന ളാലിമീന ലഹും അദാബുൻ അലീം. നോക്കൂ നിങ്ങൾ, പിശാച് പറയണം ഒരു വഴന്നു പറയും പോലെ, ഇന്ന ളാലിമീന ലഹും അദാബുൻ അലീം, തീർച്ചയായിട്ടും അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടായിരിക്കും. ഇങ്ങനെ പിശാച് പറയുമെന്ന് അള്ളാഹു പറയുമ്പോൾ അതിനപ്പുറം ഒരു സുൽത്താൻ, ഒരു അധികാരം, ഒരു സ്വാധീനം പിശാചിന് നമ്മൾ നൽകുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിവരക്കേട് കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പിശാചിന്റെ ജിൻവർഗത്തിൽപ്പെട്ട പിശാചിന്റെ കഴിവുകേടും ഖുർആനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു സാഹചര്യത്തിൽ ജിന്നുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് സൂറത്ത് സബയിലെ 13ാമത്തെ സൂക്തത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമക്കാണ് ജിന്നുകളെ അല്ലാഹു കീഴ്പ്പെടുത്താൻ കഴിവ് നൽകിയിട്ടുള്ള ഒരേ ഒരു പ്രവാചകൻ, ഒരേ ഒരു മനുഷ്യൻ. അതൊരു മുഅ്ജിസത്താണ്. ഓരോ പ്രവാചകന്മാർക്കും ഓരോ മുഅ്ജിസത്ത്. മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് വടി നിലത്തിട്ടാൽ അത് പാമ്പാവുകയും മറ്റുള്ള വടിയും കയറും ഒക്കെ കൊത്തിത്തിന്നാനൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ പാമ്പിന്റെ രൂപത്തിൽ ആ വടിക്ക് മാറാനുള്ള കഴിവ് അല്ലാഹു മുഅ്ജിസത്തായി നൽകിയെങ്കിൽ അതേ വടി ഉപയോഗിച്ച് പാറക്കല്ലടിച്ചപ്പോൾ 12 നീരുറവുകളായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ആ വടി സമുദ്രത്തിലടിച്ചപ്പോൾ സമുദ്രം രണ്ടായി പിളരാനുള്ള കഴിവ് നൽകിയെങ്കിൽ ആ മുഅ്ജിസത്ത് ലോകത്ത് മറ്റൊരു മനുഷ്യന് നൽകുകയില്ല. നൽകിയാൽ അത് അമാനുഷികമായ കഴിവല്ല, അല്ലെങ്കിൽ മുഅ്ജിസത്തല്ല. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മുഅ്ജിസത്ത്. അഥവാ ഇത് അക്ഷരജ്ഞാനമില്ലാത്ത, അറബി ഭാഷ അറിയാത്ത, സ്കൂളിൽ പോകാത്ത, 12 വയസ്സ് വരെ ആടുകളെ മേയിച്ച് നടന്ന, അതിനുശേഷം എളാപ്പയുടെ കൂടെ കച്ചവടത്തിൽ നടന്ന, എല്ലാവർക്കും അറിയാം അനാഥനായ നിരക്ഷരനായ മുഹമ്മദ് ആരാണെന്ന്. ആ മുഹമ്മദിന് ഒരിക്കലും ഈ 6236 ആയത്തുകളുള്ള 600-ലധികം പേജുകളുള്ള എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അതിസുന്ദരമായിട്ട് ഏതൊരു അറബികളല്ലാത്ത ആളുകൾക്കും പാരായണം ചെയ്യാൻ കഴിയുന്ന, ഹൃദിസ്ഥമാക്കാൻ കഴിയുന്ന ഇങ്ങനൊരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഉമ്മിയായ നബിക്ക് ഇത്രയും നമുക്കറിയാം. നമ്മുടെ വീട്ടിലുള്ള ആധാരം ഒരു 100 കൊല്ലം മുമ്പ് എഴുതിയ ആധാരം വായിക്കാൻ പോലും നമുക്ക് മലയാളം അറിയാവുന്ന നമുക്ക് പ്രയാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 1400 കൊല്ലം കഴിയുമ്പോൾ ഒരു ഭാഷക്കുണ്ടാകുന്ന വ്യത്യാസം എത്രയായിരിക്കും? മലയാളികളായ നമുക്ക് മലയാളത്തിൽ 600 പേജ് പുസ്തകം ബൈഹാത്താക്കണമെങ്കിൽ 2 കൊല്ലമല്ല, 3 കൊല്ലമല്ല, 10 കൊല്ലം തന്നാലും നമുക്കാർക്കും കഴിയില്ല. അത് എഴുതിയ ആളുകൾക്ക് പോലും കഴിയില്ല. ലോകത്ത് ഏറ്റവും കൂടുതലുള്ള മതസ്ഥരാണ് ക്രിസ്തു മതക്കാർ. പക്ഷേ ലോകത്ത് ബൈബിൾ ബൈഹാർട്ടുള്ള ഒരു മനുഷ്യൻ പോലുമില്ല. വത്തിക്കാനിലെ പോപ്പിന് പോലും ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ മനഃപ്പാഠമാക്കാൻ കഴിയില്ല. ലോകത്തൊരു ഭാഷയിലുള്ള, കാരണം ബൈബിളിന്റെ ഒറിജിനൽ ഭാഷ പോലും, അരാബിക് ഭാഷ പോലും ഇന്ന് ലോകത്ത് അത് ജീവനുള്ള ഭാഷയായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയായിട്ടില്ല. ഏതെങ്കിലും ഭാഷയിലുള്ള പരിഭാഷകൾ മാത്രമാണുള്ളത്. അത് ഗ്രീക്ക് ഭാഷയിൽ നിന്നും തർജ്ജമ ചെയ്ത. ഞാൻ പറഞ്ഞത് അറബി ഭാഷ സംസാരിക്കാത്ത മലയാളികൾക്കും കന്നഡക്കാർക്കും ഹൈദരാബാദിലെ കുട്ടികൾക്കും 8-10 വയസ്സായ കുട്ടികൾക്ക് ഈ 600-ലധികം പേജ് വരുന്ന ഖുർആൻ ഹൃദിസ്ഥമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഏത് കാലഘട്ടത്തിലെയും ആളുകൾക്ക് ഇത് പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, സുന്ദരമായിട്ട് മധുരമായിട്ട് ഒരു അഭംഗിയുമില്ലാതെ മടുപ്പുമില്ലാതെ സാധാരണക്കാരായ നമുക്ക് പോലും ദിവസേന 17 തവണ നിർബന്ധമായിട്ടും ഓതേണ്ട ഫാത്തിഹ ഫർദ് നമസ്കാരത്തിൽ, സുന്നത്ത് നമസ്കാരങ്ങളിൽ വേറെയും. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം ഫാത്തിഹ ഓതുന്നുണ്ടാകും? 365 × 17 കൂട്ടിയാൽ തന്നെ എത്ര ആയിരമാണ്? ഒരാഴ്ചയിൽ ലക്ഷക്കണക്കിന് തവണ ഈ ഫാത്തിഹ ഓതിയിട്ടും ഇനി നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ആ ഫാത്തിഹ ഓതുമ്പോൾ നമുക്കൊരു പുതുമയാണ്. ഒരിക്കലും നമുക്കൊരു മടുപ്പുണ്ടാകുന്നില്ല. മറ്റേതെങ്കിലും സുന്ദരമായ ഒരു പാട്ടാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, എത്ര ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണെങ്കിലും ആലോചിച്ച് നോക്കൂ, 2-3 മാസം കഴിയുമ്പോഴേക്കും അത് ഔട്ടായി, പിന്നെ അത് പാടുന്നത് ഉറപ്പായി, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലാതെയായി. അങ്ങനെ ഒരിക്കലും മടുപ്പില്ലാത്ത ആവർത്തിതമായ വചനങ്ങൾ ഖുർആൻ സൂചിപ്പിച്ച ഈ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയുടെ അമാനുഷികതയാണ്, മുഅ്ജിസത്താണ്. അത് മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല. അതുപോലെ സുലൈമാൻ നബിക്ക് അല്ലാഹു നൽകിയ അമാനുഷികതയാണ് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നത്. ആ സുലൈമാൻ നബി ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ, വലിയ മഹാരീവുകൾ ഉണ്ടാക്കുന്ന ആ പണിയെടുക്കുമ്പോൾ സുലൈമാൻ നബിക്ക് അല്ലാഹു മരണം വിധിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി മരിച്ചിട്ടുണ്ട്. വടി കുത്തിപ്പിടിച്ച് ആ ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സുലൈമാൻ നബി മരിച്ചത് മുൻപിൽ നിൽക്കുന്ന ജിന്നുകൾ അറിയുന്നില്ല എന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്.
അതിശയോക്തിയുടെ കാര്യമല്ല. ഫലമ്മാ ഖദൈനാ അലൈഹിൽ മൗത്ത് മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ് തഅകുലു മിൻ സഅതഹു ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു അല്ലൗ കാനൂ യഅലമൂന അൽ ഗൈബ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ എന്നാണ് സൂറത്ത് സബയിൽ അല്ലാഹു പറയുന്നത്. അങ്ങനെ ഫലമ്മാ ഖദൈനാ അലൈഹിൽ മൗത്ത്, നാം അദ്ദേഹത്തിന് മരണം വിധിച്ചപ്പോൾ, സുലൈമാൻ നബിക്ക് മരണം വിധിച്ചപ്പോൾ, മാ ദല്ലഹും അലാ മൗതിഹി, അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് വിവരം കൊടുത്തില്ല, ഇല്ലാ ദാബത്തുൽ അർദ്, ചെതലല്ലാതെ. വടി ചെതൽ ഇങ്ങനെ കേറി ചെതൽ ആ വടി മുഴുവൻ തിന്നു തീർത്തപ്പോ ആ വടി മറിഞ്ഞു വീണപ്പോ സുലൈമാൻ നബി മറിഞ്ഞു വീണു. അത് ആ വടി തിന്നു കഴിഞ്ഞു. ഫലമ്മാ ഖറ, അങ്ങനെ സുലൈമാൻ നബി മറിഞ്ഞു വീണപ്പോൾ തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾക്ക് വ്യക്തമായി അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, നമുക്ക് അദൃശ്യ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ, ഈ വേദനാജനകമായ ഈ ശിക്ഷയിൽ, ഈ പണിയിൽ, അടിമപ്പണിയിൽ കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നില്ല. മുമ്പിൽ നിൽക്കുന്ന സുലൈമാൻ നബിയെ കുറിച്ചാണ് ജിന്ന്. അതേ സമയത്ത് ആ ജിന്നുകളെ കഴിവിനെ കുറിച്ചും ഈ സുലൈമാൻ നബിയുടെ പാഠത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ആര് കൊണ്ടുവന്ന് തരുമെന്ന് ചോദിച്ചപ്പോൾ ജിന്നി, ജിന്നിലെ ഒരു മല്ലൻ ഇഫ്രീത്ത് പറഞ്ഞു, താങ്കൾ താങ്കളുടെ ആ ഇരിപ്പിടത്തിൽ നിന്നും ഈ ദർബാർ തിരിയുന്നതിന് മുൻപായിട്ട്, എണീക്കുന്നതിന് മുൻപായിട്ട് ഞാൻ കൊണ്ടുവന്നു തരാം. പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഞാൻ നൽകപ്പെട്ടാൽ അത് സുലൈമാൻ നബി തന്നെയാണെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. കൊണ്ടുവന്നു എന്ന് മറ്റൊരു കാര്യം. അപ്പോൾ ജിന്നുകളുടെ കഴിവുകളും ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ജിന്നുകളെ, അല്ലെങ്കിൽ ആ ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളെ അമിതമായിട്ട് പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കില്ലാത്ത സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട്, മനുഷ്യനേക്കാൾ മുകളിൽ, മനുഷ്യനേക്കാൾ പവർ ഉള്ളതായിട്ട് ഒരിക്കലും നമ്മൾ സങ്കല്പിക്കേണ്ടതില്ല. ഖുർആൻ അങ്ങനെ സങ്കല്പിക്കാൻ പഠിപ്പിക്കുന്നില്ല. പലരും അങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെ അവർക്ക് അമിതമായിട്ടുള്ള കഴിവ് നൽകുന്നു. അതുകൊണ്ട് തന്നെ ജിന്നുകളെ കുറിച്ച് നമുക്കറിയാത്ത എന്തൊക്കെയോ മറ്റുള്ള ആളുകൾക്കറിയാം. ശൈത്താനെ കുറിച്ച് നമുക്കറിയാത്ത എന്തൊക്കെയോ മറ്റുള്ള ആളുകൾക്കറിയാം. ചില കാഷായ വേഷം ധരിച്ചാൽ, ചില ജിന്നുമ വേഷം ധരിച്ചാൽ, ചിലർ അവരുടെ ജീവിതത്തിന് വേണ്ടി എട്ടുകാലി വല കാത്തിരിക്കുന്നത് പോലെ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിനെ കൂടാതെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകളുടെ ഉപമ കമസലിൽ അങ്കബൂത്ത്, എട്ടുകാലിയെ പോലെയാണ്. എട്ടുകാലി എന്ത് ചെയ്തു? ഇത്തഖദ ബൈത്തൻ, അതൊരു വീടുണ്ടാക്കി. വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയ വീടാണ്. എട്ടുകാലി വീടുണ്ടാക്കുന്ന ആ പശ നമുക്കറിയാം, വളരെ നേർത്ത പശയാണ്. പക്ഷേ അതിന്റെ ഒരു ഗുണം എന്താ? ആ എട്ടുകാലി വല വിരിച്ച് കാത്തിരിക്കുകയാണ് അതിന്റെ ഇരക്ക് വേണ്ടി. ആ എട്ടുകാലി വലയിലും എട്ടുകാലിക്ക് വേണ്ട ഇര വന്ന് വീഴുന്നുണ്ട്. നമ്മളെന്ത് തോണ്ടിയാൽ ആ വല വീഴും, പൊട്ടും. ഒരു പൂച്ചയാടിയാൽ, അല്ലെങ്കിൽ പല്ലിയാടിയാൽ ആ വല പൊട്ടും. പക്ഷേ എട്ടുകാലിയേക്കാൾ ദുർബലരായ ജീവികൾ ആ വലയിൽ വീഴും, അത് എട്ടുകാലി ഭക്ഷണമാക്കും. ഇതേപോലെയാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ ഔലിയാക്കളായി സ്വീകരിക്കുന്ന ആളുകളുടെ ഉപമയായിട്ട് ഖുർആൻ പറഞ്ഞത്. സൂറത്തു അങ്കബൂത്ത് 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ എട്ടുകാലി എന്നാണ്. ഈ ഉദാഹരണം പറയാൻ വേണ്ടിയാണ് ആ അധ്യായത്തിന് ആ പേര് വന്നത്. അതേപോലെ വളരെ ദുർബലരായ വിശുദ്ധ ഖുർആനിൽ നിന്നും എന്താണ് പിശാച്, എന്താണ് ജിന്ന്, എന്താണ് മലക്ക്, എന്താണ് മനുഷ്യൻ എന്ന് മനസ്സിലാക്കാതെ, ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാതെ ആരൊക്കെയോ പറയുന്ന ഉമ്മാമ കഥകളും ഭൂതപ്രേത പിശാചുക്കളുടെ കഥകളും കേട്ടുകൊണ്ട്, ആ ഭൂതപ്രേത പിശാചുക്കളുടെ കഥകൾക്കും അതേപോലെ തന്നെ അവക്കുമൊക്കെ വലിയ സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് ആളുകൾ അന്ധവിശ്വാസങ്ങളുടെ കരിമ്പടക്കെട്ടുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക കേരളത്തിൽ ബാലരാമപുരത്ത്, നാദാപുരത്ത്, കാസർഗോഡ് എത്ര കേസുകൾ വന്നാലും നമ്മുടെ ഒക്കെ ഇടയിൽ നമ്മളൊക്കെ കരുതും മുജാഹിദ് മഹലുകളാണ്, അല്ലെങ്കിൽ നവോത്ഥാനക്കാരുള്ള നാടുകളാണെന്നൊക്കെ. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചു നോക്കും, അന്ധവിശ്വാസികളായ സ്ത്രീകൾ, അന്ധവിശ്വാസികളായ പുരുഷന്മാർ ആരൊക്കെയോ പറയുന്ന ഉമ്മാമ കഥകൾ കേട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, പോകാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ അറിയാതെ നമ്മുടെ നാടുകളിലൊക്കെ ഓരോരോ കേന്ദ്രങ്ങളിൽ ഉറയുന്നവരുടെ അടുത്തേക്ക്, ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക്, പണിക്കന്മാരുടെ അടുത്തേക്ക്, തങ്ങന്മാരുടെ അടുത്തേക്കും പോകുന്നവരിൽ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളുമുണ്ട് എന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. അങ്ങനെ ആരെങ്കിലും സമീപിച്ചാൽ തന്നെ അവന് 40 ദിവസം നമസ്കാരം ബാത്തിലായി. ഒരു കാഹിനെ, അല്ലെങ്കിൽ ഒരു കൈനോട്ടക്കാരനെ, ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ തന്നെ, അങ്ങനെ പോകാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തന്നെ അവന് 40 ദിവസം നമസ്കാരം ബാത്തിലായി. ഇനി അവൻ പറയുന്നത് വിശ്വസിച്ചാലോ ഫഖദ് കഫറ അലാ ഉൻസില മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൽ ഇറങ്ങിയ ഖുർആനിൽ അവൻ അവിശ്വസിച്ച് കാഫിറായി. അങ്ങനെ കാഫിറായി മരിച്ചിട്ട് പിന്നെ എന്ത് നേടാനാണ്? ഈ ദുനിയാവിന്റെ വില റസൂൽ നമ്മളെ പഠിപ്പിച്ചു. ഒരു ചത്ത ആട്ടിൻകുട്ടിയുടെ വില പോലുമില്ല. ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു പക്ഷി കൊത്തിയെടുക്കുന്ന വെള്ളത്തിന്റെ വില പോലുമില്ല. ആ ഭൗതിക ജീവിതത്തിലെ ചില പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിയാതെയാണ്, അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടിയാണ്
ഈ അള്ളാഹു ഇറങ്ങിയ ഖുർആനിലെ വിശ്വസിച്ചിട്ട് കാഫിറായി മരിക്കുന്നത് എന്ന് വരുമ്പോഴാണ് ഈ വിഷയം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആവശ്യകത. അള്ളാഹു നമ്മളെ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും എന്താണോ പഠിപ്പിച്ചത് വിശ്വസിക്കാനും അതിനപ്പുറമുള്ളത് വിശ്വസിക്കാനുമുള്ള കരുത്തുള്ള വിശ്വാസികളായി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.